അപ്പൊ നമുക്കൊരു കല്യാണമാലയുടെ പ്രിസർവേഷൻ കണ്ടാലോ? 8x8 ഇഞ്ച് ടീക്ക് വുഡ് ഫ്രെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു റോസ് ഗാർലൻഡ് ആയിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം അത് കുറെ കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് പോർഷൻസ് നമുക്ക് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കളറും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ പലർക്കും ഇതുപോലെ വെഡിങ് ഗാർലൻഡ് ഒക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ കല്യാണ തിരക്കിന്റെ ഇടയിൽ നമ്മൾ മാലയുടെ കാര്യമൊക്കെ മറന്നുപോകും. പിന്നെ ഓർക്കുമ്പോഴേക്കും ചിലപ്പോൾ മാല കേടായിട്ടുണ്ടാവും. അപ്പോൾ പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാല എവിടെയെങ്കിലും എയർ സർക്കുലേഷൻ ഉള്ളിടത്ത് ഹാങ് ചെയ്തിടുക. പിന്നെ എത്രയും പെട്ടെന്ന് പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കളറോടുകൂടി പ്രിസർവ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ എത്ര പഴയ മാലയും നമുക്ക് പ്രിസർവ് ചെയ്യാൻ കേട്ടോ, കളർ ഉണ്ടായില്ലെന്നേ ഉള്ളൂ. എനിക്ക് പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള ഗാർലൻഡ്സ് പലരും വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേപ്പർ ബാഗ്സിൽ മാത്രം പാക്ക് ചെയ്യുക, പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഈ ഫ്രെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.